അജയന്റെ രണ്ടാം മോഷണം. ജിതിൻ ലാൽ എന്ന് പറഞ്ഞ പുതുമുഖ സംവിധായകന്റെ സിനിമയാണ്. ഒരു പുതുമുഖ സംവിധായകനെ സംബന്ധിച്ച് ഈ സിനിമ പുൾ ഓഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. വളരെ ഇംപ്രസീവ് ആയിട്ട് തന്നെ ജിതിൻ ലാൽ ഈ സിനിമ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇത് എഴുതിയിരിക്കുന്നത് സുജിത് നമ്പ്യാരാണ്. ഒരു മുത്തശ്ശി കഥ പോലത്തെ ഒരു സിനിമയാണ്. സോറി, അതല്ല. സിനിമയുടെ നട്ടല് എന്ന് പറയുന്നത് ഒരു ടെറിഫിക് ടോവിനോ തോമസ് ആണ്. അതെ, അജയൻ, മണിയൻ, കുഞ്ഞിക്കേളു, ഈ മൂന്ന് കഥാപാത്രങ്ങളായിട്ട് ടോവിനോ നിറഞ്ഞാടിയിരിക്കുന്ന സിനിമയാണ്. ഈ മൂന്ന് കഥാപാത്രങ്ങളിൽ വരുന്ന ആളുകളിൽ ഒരുപക്ഷെ എല്ലാവരും ആഘോഷിക്കാൻ സാധ്യതയുള്ള ഒരു കഥാപാത്രം മണിയൻ എന്ന് പറഞ്ഞ കള്ളന്റെയാണ്. ചിത്രത്തിൽ ഏറ്റവും കൂടുതൽ പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങളുള്ളതും കുറച്ച് ഷോ ഇറക്കാൻ സ്കോപ്പ് ഉള്ളതുമായ ഒരു ക്യാരക്ടർ മണിയന്റെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മണിയൻ എന്ന് പറഞ്ഞ കഥാപാത്രത്തിന്റെ ഒരു സ്പിൻ ഓഫ് സിനിമ ജിതിൻ ലാൽ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി ടിക്കറ്റ് എടുക്കും. അങ്ങനെ എല്ലാവരും മണിയനെ ആഘോഷിക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് പറയാണ്, അജയൻ എന്ന് പറഞ്ഞ കഥാപാത്രം, സിനിമയിലെ നായകൻ, ആ കഥാപാത്രത്തിനെ ടോവിനോ ചെയ്തിരിക്കുന്ന രീതി, ആ കഥാപാത്രത്തിന് ടോവിനോ കൊടുത്തിരിക്കുന്ന മാനറിസങ്ങൾ ആക്ച്വലി മണിയൻ എന്ന പെർഫോമറുടെ മുകളിൽ ആൾക്കാർ ശ്രദ്ധിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എടുത്തു പറയുന്നു, വളരെ ഭംഗിയോടുകൂടിയാണ് ടോവിനോ ആ കഥാപാത്രത്തെ ചെയ്തിരിക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള അജയൻ കടന്നു പോകുന്ന കോൺഫ്ലിക്റ്റുകൾ, അജയന്റെ പ്രണയം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയിൽ ടോവിനോ തോമസ് സിനിമയിൽ അഭിനയിച്ച് കാണിച്ചിട്ടുണ്ട്. നല്ല പ്രകടനമായിരുന്നു. അതായത് ഈ സിനിമയുടെ നട്ടല്, ഈ സിനിമയെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ആക്ടർ എന്ന് പറയുന്നത് ടോവിനോ തന്നെയാണ്. വളരെ മികച്ചു നിൽക്കുന്ന സ്റ്റണ്ട് വർക്കുകൾ ഈ സിനിമയിലുണ്ട്. ടോവിനോ എന്ന് പറഞ്ഞ ആക്ടർ സ്റ്റണ്ട് ചെയ്യാൻ എക്സ്പെർട്ട് ആയതുകൊണ്ടും മൂപ്പറുടെ സ്റ്റണ്ട് കണ്ടിരിക്കാൻ രസമുള്ളതുകൊണ്ടും ഈ സിനിമയിലത്തെ സ്റ്റണ്ടുകൾ ഞാൻ വളരെ ഭംഗിയിൽ ആസ്വദിച്ചു. പിന്നെ ടെക്നിക്കൽ ക്വാളിറ്റിയിലൊക്കെ സിനിമ അടിപൊളിയാണ്. സിനിമാറ്റോഗ്രാഫി, വിഷ്വൽ എഫക്ട്സ്, ഈ വിഷ്വൽ എഫക്ട്സ് മലയാള സിനിമയിൽ ഇത്രയും നല്ല രീതിയിൽ ചെയ്ത സിനിമകൾ വളരെ അപൂർവമാണ്. വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഇതിലെ വേൾഡ് ബിൽഡിംഗ്, അതുപോലെ തന്നെ ഈ സിനിമയിൽ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അതിനെ ബേസ് ചെയ്താണ് കഥ മുമ്പോട്ട് പോകുന്നത്. ഈ വേൾഡ് ബിൽഡിങ്ങും കൺസെപ്റ്റ് ഒക്കെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നൈസാണ്. ഈ സിനിമ ഒരു ഗംഭീര മാസ് മസാല ഫാസ്റ്റ് പേസ്ഡ് എന്റർടൈനർ ആണെന്ന് വിചാരിച്ച് കാണാൻ പോയാൽ ഒരു പക്ഷേ നിരാശയായിരിക്കും ഫലം. ഇത് അത്യാവശ്യം കഥയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സിനിമയാണ്. ഈ സിനിമയ്ക്ക് ഒരു അണ്ടർലൈൻ ലെയർ ഉണ്ട്. ആ കഥ, ആ ലെയർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പറയാൻ പറ്റില്ല ഇപ്പോൾ. അതായത് സിനിമയുടെ കൺസെപ്റ്റിൽ നമ്മൾ കൺമുമ്പിൽ കാണുന്ന കാര്യത്തിനപ്പുറം ഇതിൻ്റെ ഉള്ളിലൊരു പൊളിറ്റിക്സ് പോലത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അത് അവർ നമ്മളെ സ്പൂൺ ഫീഡ് ചെയ്യാതെ തന്നെ അവിടെ വെച്ചേക്കാണ്. സ്പൂൺ ഫീഡ് ചെയ്യുന്നുണ്ട് എന്നാൽ പക്ഷേ ഇതാണ് അത് എന്നൊന്നും പറയണില്ല. നമുക്ക് മനസ്സിലാവും. ഒരു പക്ഷെ മനസ്സിലായില്ലെങ്കിൽ പോലും ഒന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ഇത് കൊള്ളാലോ എന്നുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതെന്താന്ന് പറയാത്ത കാരണം ഞാൻ നിർത്താണ്. പടത്തിന്റെ സ്ക്രിപ്റ്റിൽ കുറച്ചും കൂടി ഒരു ഫൈൻ ട്യൂണിങ് ഒക്കെ ആവായിരുന്നു എന്ന് എനിക്ക് തോന്നി. ചില സ്ഥലത്തൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയത്. അതായത് അജയൻ ചില കാര്യങ്ങൾ ചെയ്യാൻ മുതിരുന്നത് എന്തുകൊണ്ടാണെന്ന് സിനിമയിൽ പറയുന്നുണ്ടെങ്കിലും ആ കോൺഫ്ലിക്റ്റ് എന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിലും അത് അതിൻ്റെതായ ഒരു ഫീലിംഗിൽ നമ്മൾക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമായി. എനിക്ക് അങ്ങോട്ട് കാര്യമായിട്ട് തോന്നിയില്ല. അതായത് എനിക്ക് മനസ്സിലായി, ഓക്കെ അജയ, ഇതാണ് നിന്റെ സംഭവം, ഇതാണ് നിന്റെ അവസ്ഥ എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. പക്ഷേ അജയൻ ഫീൽ ചെയ്യണത് അതേപോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്തൊരു രീതിയിലൊക്കെയാണ് ചില സമയത്ത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ്. പേഴ്സണലി എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അതുപോലെ തന്നെ ചില സൈഡ് ക്യാരക്ടേഴ്സ്, മെയിൻ കോർ കഥയിലെ ക്യാരക്ടേഴ്സൊക്കെ ഫൈനാണ്, പെർഫെക്റ്റ് ആണ്. സിനിമയിൽ 3 നായകന്മാരുണ്ട്. ആ 3 നായകന്മാർക്കും കാര്യമായിട്ട് സ്ക്രീൻ ടൈം ഒന്നുമില്ല. ഉള്ളതിൽ ഇത്തിരി സ്ക്രീൻ ടൈമും ഇത്തിരി പെർഫോമൻസ് സാധ്യതയുള്ളത് സുരഭി ലക്ഷ്മിക്കാണ്. സുരഭി വളരെ നന്നായിട്ട് തന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. ഐശ്വര്യ സുരേഷിന്റെയും അതുപോലെ തന്നെ കൃതി ഷെട്ടിയുടെയും റോളുകൾക്ക് സിനിമയിൽ അതിൻ്റെതായ സ്ഥാനമുണ്ട്. പക്ഷെ സ്ക്രീൻ ടൈം ഒക്കെ കുറവാണ്. ഞാൻ പറഞ്ഞു വന്നത്, സൈഡ് കിക്കായിട്ട് നടക്കുന്ന, സൈഡിൽ കാണുന്ന മെയിൻ ആൾക്കാരുടെ ഒപ്പം നടക്കുന്ന ചില കാസ്റ്റിങ്ങുകൾ, അവർക്ക് സിനിമയിൽ അത്യാവശ്യം ഡയലോഗൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള കുറച്ച് കാസ്റ്റിങ്ങുകളിൽ ചെറിയൊരു ഇമ്പ്രൂവ്മെന്റ് ആവുമായിരുന്നു തോന്നി. അത് വലിയൊരു കല്ലുകടി എന്നല്ല, പക്ഷെ അത് നന്നായിരുന്നെങ്കിൽ ഒന്നുകൂടി നന്നായിരുന്നേ. അങ്ങനെ എല്ലാം കൊണ്ടും പറയുകയാണെങ്കിൽ ഒരു ശരാശരിക്ക് മുകളിൽ നിൽക്കുന്ന, നല്ല രീതിയിൽ തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് അജയന്റെ രണ്ടാം മോഷണം. ഒരു എക്സെപ്ഷണൽ പീസ് ഓഫ് സിനിമയാണോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. എന്നാൽ ഡെഫിനറ്റ്ലി എന്റർടൈനിങ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ആണ്. നാളെ കിഷ്കിന്താകാന്ഡം കാണാൻ പോകുന്നുണ്ട്. അതിന്റെ റിവ്യൂ ആയിട്ട് നാളെ വരാം. ഓക്കെ, ബൈ.